ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഉച്ചകൊണ്ട് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ചെയ്താലോ? നല്ല വെള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെന്നേ. ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, സവോള, ഇഞ്ചി. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്താലോ? അതേണ്ട ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ടും വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല കൊത്താക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീനത്തെ വെള്ളമെല്ലാം കളഞ്ഞ് അതിലേക്ക് നമുക്ക് ഇച്ചിരി മസാല ചേർത്ത് കൊടുക്കാം. അതെന്ത് മസാലയാണ്? ചിക്കൻ മസാല. അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് കുഴയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വിനാഗിരിയോ അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങ നീരോ ഒക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീര് ചേർക്കാഞ്ഞത്. നന്നായിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുത്തതിന് ചെമ്മീനകത്ത് ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കത് വെക്കാം. 5 മിനിറ്റിന് ശേഷം കേട്ടോ നമുക്ക് ചീനച്ചട്ടി എടുത്താലോ? ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതൊന്ന് വറുത്ത് കൊടുക്കാം നമുക്ക്. ഞാൻ ഇച്ചിരി 2-3 കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അതിനകത്തെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഇതാക്കി എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. നമുക്കതിന് കോരി മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോരി മാറ്റാം. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. അതിനുശേഷം ആ ചീനച്ചട്ടിക്കകത്തോടെ തന്നെ നമുക്ക് പട്ട, ഗ്രാമ്പൂ, തക്കോലം, കറി ലീഫ് എല്ലാം കൂടെ ഒന്ന് പൊട്ടിക്കാം. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഒന്ന് സെറ്റാക്കി വെക്കാം. നമ്മുടെ കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. കരിഞ്ഞു പോവാതെ നോക്കി ഇളക്കി ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ, കുരുമുളക് പൊടിയാണ് കൂടുതലുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ആ ഗ്രേവി ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കണ്ടോ. വേഗം റെഡിയാക്കാന്നേ, സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ ഗ്രേവി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൊതി വരുന്നുണ്ട്. എല്ലാവരും വേഗം പോയി കൊഞ്ച് മേടിച്ച് ഉണ്ടാക്കി നോക്കുന്നേ, അടിപൊളിയാണ്. നമുക്കിനി നമ്മുടെ പ്രോൺസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടും കൂടെ ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ പ്രോൺസിനെ ആ മസാലയ്ക്കകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ സെറ്റ് ചെയ്ത ടൈമിലുള്ള സ്മെല്ലെന്ന് പറയുന്നത് അടുക്കളയ്ക്കകത്ത് നിൽക്കാൻ പറ്റില്ല, അതുപോലെ സ്മെല്ല്, വായിക്കൂടെ കപ്പലോടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി എടുക്കുമ്പോൾ ലുക്ക് കാണണ്ടേ. ഇതേണ്ട നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി പറക്കണുണ്ട്. നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് നല്ല ചോറും ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. കണ്ട അടിപൊളിയല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.